അറിഞ്ഞോ അറിയാതെയോ പോലീസ് കേസിൽപ്പെട്ട നടീനടന്മാർ. ദിലീപ് 2017 നടി ആക്രമിക്കപ്പെട്ട കേസിലും അനുബന്ധമായ കേസുകളിലും ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെട്ട് നടൻ ദിലീപ് പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. മണിയംപിള്ള രാജു. തിരുവനന്തപുരത്ത് നടന്ന ഒരു ഹിറ്റ് ആൻഡ് റൺ കേസുമായി ബന്ധപ്പെട്ട് മുതിർന്ന നടൻ മണിയംപിള്ള രാജു മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കാർ ഒരു ഇരുചക്ര വാഹനത്തിലിടിച്ച് 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഷെയ്ൻ ടോം ചാക്കോ. കൊച്ചിയിൽ നടന്ന ഒരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് നടൻ ഷെയ്ൻ ടോം ചാക്കോയെ പോലീസും നാർക്കോട്ടിക് വിഭാഗവും ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. സംവിധായകനും നിർമ്മാതാവുമായ രഞ്ജിത്ത്. ലൈംഗികാക്രമണ പരാതിയിൽ കൊച്ചി പോലീസ് സംവിധായകനും നിർമ്മാതാവുമായ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നു. ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിൻ. 2024 ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് മരട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടൻ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിന്റെയും പേരുകൾ പരാമർശിക്കപ്പെട്ടത്. അടുത്തത് ബീന ആന്റണി, മനോജ് ആൻഡ് സ്വാസിക. 2024 ഒരു നടിയെ അപമാനിച്ചെന്ന പരാതിയിൽ ഈ താരങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. മുകേഷ്. 2024 ലൈംഗികാക്രമണ പരാതിയിൽ എംഎൽഎയും നടനുമായ മുകേഷ് ഉൾപ്പെടെ 7 പേരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഗണേഷ് കുമാർ. സ്ത്രീ വിഷയങ്ങളിൽ ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട്. ശ്രീജിത്ത് രവി. പോസ്കോ നിയമപ്രകാരം കുട്ടികൾക്ക് മുന്നിൽ നഗ്നത പ്രദർശനം നടത്തിയ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഷാലു മേനോൻ. ടെലിവിഷൻ സീരിയൽ മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്നു ഷാലു മേനോൻ. എന്നാൽ സോളാർ വിവാദ കേസിൽപ്പെട്ട താരം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയായ റാസിഖ് അലിയിൽ നിന്നും പണം തട്ടിയെടുത്ത കേസിലാണ് ഷാലു ജയിൽ ശിക്ഷ അനുഭവിച്ചത്. ധന്യ മേരി വർഗീസ്. അഭിനയത്തിന് മുമ്പ് മോഡലിംഗ് തിരഞ്ഞെടുത്ത താരമാണ് ധന്യ മേരി വർഗീസ്. 2016 ഡിസംബർ 16 130 കോടി രൂപയുടെ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ധന്യയെയും ഭർത്താവ് ജോണിനെയും ഭർത്തൃ സഹോദരനെയും കേരള പോലീസ് നാഗർകോവിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു. സംഗീത മോഹൻ. ഒട്ടേറെ സീരിയലുകളിലൂടെ പ്രശസ്തമായ ടിവി താരമാണ് സംഗീത. അമിതമായി മദ്യപിച്ച് കാറോടിച്ച കേസിൽ സംഗീത പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. പെട്രോളിംഗിന് നടത്തുന്ന പോലീസ് സംഘത്തിന്റെ മുന്നിലൂടെ പാഞ്ഞുപോയ കാർ പോലീസ് തടഞ്ഞപ്പോഴാണ് സംഗീതയെ പിടികൂടുന്നത്. ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ സംഗീതയെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. ബൈജു. മലയാള ചലച്ചിത്രത്തിലും ടെലിവിഷൻ മേഖലകളിലും പ്രവർത്തിക്കുന്ന ബൈജു മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ്. ട്രിവാൻഡ്രം ക്ലബിൽ വെച്ച് 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ മധ്യസ്ഥനായി നിൽക്കുകയും അവസാനം കേസിൽ താൻ പ്രതിയാകുകയായിരുന്നുവെന്നും ബൈജു വ്യക്തമാക്കുന്നു. പിന്നീട് മദ്യപിച്ച് വാഹനമോടിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വിജയകുമാർ. വിവിധ രാജ്യങ്ങളിലേക്കുള്ള വിസ വാഗ്ദാനം ചെയ്തു ആളുകളെ വഞ്ചിച്ച കേസിൽ 2010 നടനും നിർമ്മാതാവുമായ വിജയകുമാർ അറസ്റ്റിലായിരുന്നു. പിന്നീട് മകളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി മകളെ ഭീഷണിപ്പെടുത്തിയ കേസിലും പ്രതിയായിട്ടുണ്ട്. കാവ്യ മാധവൻ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനൊപ്പം കാവ്യയും പ്രതി ചേർന്നിരുന്നു. മോഹൻലാൽ. 2011 ആരംഭിച്ച ആനക്കൊമ്പ് കേസിലാണ് നടൻ മോഹൻലാലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമപ്രശ്നം. കൊച്ചിയിലെ തേവരയിലുള്ള അദ്ദേഹത്തിന്റെ വസതിയിൽ നടത്തിയ റെയ്ഡിൽ ആദായനികുതി അധികൃതർ കണ്ടെടുത്ത 2 ജോഡി ആനക്കൊമ്പുകളും 13 ആനക്കൊമ്പ് പുരാവസ്തുക്കളുമാണ് കേസിൽ ഉൾപ്പെട്ടത്. ജയസൂര്യ. ലൈംഗിക ദുരുപയോഗ ആരോപണങ്ങളും നിക്ഷേപ തട്ടിപ്പുകളും അന്വേഷണങ്ങളും ഉൾപ്പെടെ കേരളത്തിൽ നിരവധി നിയമപ്രശ്നങ്ങളാണ് നടൻ ജയസൂര്യ നേരിടുന്നത്. ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ വനിതാ സഹതാരങ്ങളുടെ പരാതികളെ തുടർന്ന് കേരള പോലീസ് നടനെതിരെ 2 വ്യത്യസ്ത എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തത്. ജയറാം. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ സാക്ഷിയായ കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും പരിശോധന നേരിടുകയാണ് ജയറാം. മോഷ്ടിച്ച ക്ഷേത്രസ്വർണ്ണം സ്വകാര്യ പൂജയ്ക്കായി ചെന്നൈയിലെ വസതിയിലേക്ക് കൊണ്ടുപോയെന്ന ആരോപണത്തെ തുടർന്ന് അധികൃതർ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തിയിരുന്നു. സുരേഷ് ഗോപി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തൃശൂർ പൂരം ഉത്സവവേദിയിലേക്ക് എത്താൻ ആംബുലൻസ് ദുരുപയോഗം ചെയ്തതിന് തൃശൂർ ഈസ്റ്റ് പോലീസ് അദ്ദേഹത്തെ കേസിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. 2021 ഒക്ടോബറിൽ ഒരു പത്രസമ്മേളനത്തിനിടെ ഒരു വനിതാ പ്രവർത്തകയോട് മോശമായി പെരുമാറിയതിന് കോഴിക്കോട് നടക്കാവ് പോലീസ് അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു.